ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് പീർ പ്രഷറാണെന്ന്. അപ്പോൾ പീർ പ്രഷർ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, കോഡ് ഓഫ് എത്തിക്സ്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. തൊട്ടടുത്ത ക്ലാസ്സിൽ പീർ പ്രഷറും പിന്നെ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. എന്താണ് അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ്? നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്തിക്സിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എത്തിക്സിനെതിരാണോ, അതല്ലെങ്കിൽ എത്തിക്കലി കാര്യങ്ങളൊക്കെ എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. എന്താണ് കോഡ് ഓഫ് എത്തിക്സ്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എംപ്ലോയീസിന് കൃത്യമായിട്ടൊരു ധാരണ വേണം, അല്ലേ? അതായത് അവർ എന്ത് ചെയ്താലായിരിക്കും എത്തിക്സിനെതിരായിട്ടുള്ളത്, എത്തിക്സ് എങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെ എത്തിക്സിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണമെന്ന് അവർക്കൊരു കൃത്യമായിട്ടുള്ള വേണം, ഒരു ധാരണ വേണം, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പോളിസിയാണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി ഒരു ഡിസിഷൻ എടുക്കുവാണ്. ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആൾക്കൊരു ഡൗട്ട്, ഞാൻ എടുക്കുന്ന ഡിസിഷനിൽ എത്തിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് കമ്പനിയുടെ എത്തിക്സിനെതിരാണോ എന്ന ആൾക്കൊരു ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ട് വരുന്ന സമയത്ത് ആ കോഡ് ഓഫ് എത്തിക്സ്, നമ്മുടെ കമ്പനിയുടെ കോഡ് ഓഫ് എത്തിക്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും, കുഴപ്പമില്ല, കോഡ് ഓഫ് എത്തിക്സിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും കമ്പനിയുടെ എത്തിക്സിനെതിരല്ല, അയ്യോ കുഴപ്പമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കോഡ് ഓഫ് എത്തിക്സ് എതിരാണ്, അല്ലേ? കോഡ് ഓഫ് എത്തിക്സ് പറഞ്ഞിട്ടുണ്ട് എത്തിക്കലി കറക്റ്റ് അല്ല ഈ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ എംപ്ലോയിക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും, കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും കോഡ് ഓഫ് എത്തിക്സ് ഉള്ളത് കൊണ്ട്, അല്ലേ? അപ്പോൾ ഒരു കമ്പനിയിലെ ഏതൊരു ജീവനക്കാരനും ഏതൊരു എംപ്ലോയിയും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആളെടുക്കുന്ന ഡിസിഷൻ എത്തിക്കലി കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് ആൾക്ക് കോഡ് ഓഫ് എത്തിക്സ് വെച്ച് പരിശോധിക്കാം. കോഡ് ഓഫ് എത്തിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ടാത്തതെന്നും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ്. നമുക്ക് നോക്കാം. കോഡ് ഓഫ് എത്തിക്സ് ആക്ട്സ് ആസ് എ റെഫറൻസ് പോയിന്റ് ഫോർ എംപ്ലോയീസ്, അല്ല, അതായത് കോഡ് ഓഫ് എത്തിക്സ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, റെഫറൻസ് പോയിന്റ് ആയിട്ട്. ആർക്കുള്ള? എംപ്ലോയീസിനുള്ള. അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് എത്തിക്കലി കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി എംപ്ലോയീസിന് കോഡ് ഓഫ് എത്തിക്സ് റെഫർ ചെയ്താൽ മതി, പരിശോധിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ദെൻ ഗൈഡിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സെറ്റിംഗ് ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ്, അല്ല, അതായത് ഡിസിഷൻ മേക്കിങ്ങിനെ ഗൈഡ് ചെയ്യും, അതുപോലെ തന്നെ ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ്, എങ്ങനെ പെരുമാറണം എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൃത്യമായിട്ട് കോഡ് ഓഫ് എത്തിക്സ് നിശ്ചയിച്ച് തരും. അപ്പോൾ അതാണ് കോഡ് ഓഫ് എത്തിക്സ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ്. എന്താണ് കോഡ് ഓഫ് എത്തിക്സിലുള്ളത്? ഡിഫൈൻ മാനേജ്മെൻറ്റ്സ് എക്സ്പെക്റ്റേഷൻ ഫോർ കണ്ടക്ട്, അല്ലേ? അതായത് മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ, ഒരു കമ്പനിയിലെ എംപ്ലോയീസ് എങ്ങനെ വർക്ക് ചെയ്യണം, അവരെന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണമെന്ന്, എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനാണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ്, അല്ലേ? മാനേജ്മെൻറ്റാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവരെ അതിനകത്ത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു കമ്പനിയിലെ എംപ്ലോയീസ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ചെയ്യുന്നത് കമ്പനിയുടെ എത്തിക്സിനെതിരാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനാണ് എന്ത്, കോഡ് ഓഫ് എത്തിക്സ്. ഒരു കമ്പനിയിലെ എല്ലാ എംപ്ലോയീസും എങ്ങനെ പെരുമാറണം, എത്തിക്കലി എങ്ങനെ പെരുമാറണം എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷനാണ് കോഡ് ഓഫ് എത്തിക്സ്. ദെൻ അടുത്തത് സെർവ് ആസ് ഫ്രെയിം വർക്ക് ഫോർ എത്തിക്കൽ ഡിസിഷൻ, അല്ല, അതായത് എത്തിക്കൽ ഡിസിഷനുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് ആക്ട് ചെയ്യുന്നു. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് എത്തിക്കലി ഉള്ള ഡിസിഷൻ ആണോ എന്ന് കോഡ് ഓഫ് എത്തിക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനും കോഡ് ഓഫ് എത്തിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് ദ US സർബേൻ-സോക്സിലി ആക്ട്. അതായത് അമേരിക്കയിലുള്ളൊരു നിയമമാണ് സർബേൻ-സോക്സിലി ആക്ട് എന്ന് പറയുന്നത്. ഇത് 2002 വന്നത്. ഓക്കെ, അതായത് അമേരിക്കയിൽ എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായി. അവരൊരു ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്തു. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു. അവർക്ക് അത്രയും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു, അവരുടെ പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു. എന്തിന്? ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ, അല്ലേ? പ്രോഫിറ്റ് കൂടുതൽ കാണുമ്പോഴേക്കും നമ്മൾ ആ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ആക്ച്വലി അത്രയും പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോഡ് അവിടെ കണ്ടുപിടിക്കുകയും ആ കമ്പനി അടച്ചുപൂട്ടുകയും അവിടുത്തെ CFOയും CEO ഒക്കെ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചു. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പൈസയും നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോഴേക്കും അവിടെ എത്തിക്സ് ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ അവസ്ഥ വന്നപ്പോഴേക്കും അവിടെ നിലവിൽ വന്ന നിയമമായിരുന്നു സർബേൻ-സോക്സിലി ആക്ട്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം ഒരു കമ്പനിയിൽ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടെങ്കിൽ സർബേൻ-സോക്സിലി ആക്ട് പ്രകാരമുള്ള നിയമങ്ങളെല്ലാം ആ കമ്പനിയിൽ പാലിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ദെൻ ഇതൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സിൻ്റെ സിഗ്നിഫിക്കൻസ്. ദെൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. വൈൽ എ കോഡ് കനോട്ട് ആൻറ്റിസിപ്പേറ്റ് എവരി സെനാരിയോ ഇറ്റ് പ്രൊവൈഡ്സ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ ഡിറ്റർമിനിങ് റൈറ്റ് ഓർ റോങ്. മനസ്സിലായോ? അതായത് എല്ലാ കാര്യങ്ങളൊന്നും കോഡ് ഓഫ് എത്തിക്സിൽ ഉണ്ടാകത്തില്ല. അതായത് ഈ ലോകത്തുള്ള എല്ലാ കാര്യമൊന്നും കൊണ്ടേ കോഡ് ഓഫ് എത്തിക്സിൽ അവർ എഴുതി വെക്കില്ല. ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും ആയിരിക്കും കോഡ് ഓഫ് എത്തിക്സിലുള്ളത്. അതായത് എന്ത് ചെയ്യുന്നതാണ് കറക്റ്റ്, എന്ത് ചെയ്യുന്നതാണ് റോങ് എന്നുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും ആയിരിക്കും കോഡ് ഓഫ് എത്തിക്സിലുള്ളത്. അതല്ല ഒരു ടെക്നോളജി പെട്ടെന്ന് മാറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
കോഡ് ഓഫ് എത്തിക്സിൽ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും, അതായത് ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യമൊന്നും കോഡ് ഓഫ് എത്തിക്സിൽ കൊണ്ട് അവർ എഴുതി വെക്കൂല. കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ഗൈഡ് ലൈൻസും അതായിരിക്കും കോഡ് ഓഫ് എത്തിക്സിൽ ഉണ്ടാവുക. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. എന്താണ് ഒന്നുകൂടി വായിക്കാം. വൈൽ എ കോഡ് കനോട്ട് ആൻറ്റിസിപ്പേറ്റ് എവരി സെനാരിയോ, അതായത് എല്ലാ സെനാരിയോനെ കുറിച്ചുള്ള എല്ലാ സിറ്റുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കോഡ് ഓഫ് എത്തിക്സിൽ ഉണ്ടാവില്ല. ഇറ്റ് പ്രൊവൈഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ ഡിറ്റർമിനിങ് റൈറ്റ് ഓർ റോങ്, അതായത് കുറച്ച് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് മാത്രമേ കോഡ് ഓഫ് എത്തിക്സിൽ ഉണ്ടാവുള്ളൂ. അതല്ലാതെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് കോഡ് ഓഫ് എത്തിക്സിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഓക്കെ, അടുത്തത് സർബൈൻസ്-ഓക്സ്ലി ആക്ട്. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ 2002 അമേരിക്കയിൽ 2002 നിലവിൽ വന്നൊരു ആക്റ്റാണ് സർബൈൻസ്-ഓക്സ്ലി ആക്ട്. എന്താണ് ഈ ആക്ടിൽ പറയുന്നത്? അതായത് ഒരു കമ്പനിയിൽ എത്തിക്സും ഇന്റേണൽ കൺട്രോളൊക്കെ വേണം എന്ന് ഉറപ്പ് പറയുന്ന ഒരു ആക്റ്റാണ് എന്ത്? സർബൈൻസ്-ഓക്സ്ലി ആക്ട്. ദെൻ എന്താണ് അവിടെ പറയുന്നത്? കമ്പനി രജിസ്റ്റേർഡ് വിത്ത് ദ SEC വെയർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് വെദർ ദേ ഹാവ് അഡോപ്റ്റഡ് എ കോഡ് ഓഫ് എത്തിക്സ് ഫോർ സീനിയർ ഓഫീസേഴ്സ്. അല്ല, അതായത് ഒരു കമ്പനിയിൽ SEC രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ കോഡ് ഓഫ് എത്തിക്സ് എന്തായാലും ഉണ്ടാകണമെന്നും അവിടുത്തെ CFOയും CEOയും ഒക്കെ അവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ്സ് ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെ, പുറത്ത് പറയണം. എന്താണ്? കമ്പനീസ് രജിസ്റ്റേർഡ് വിത്ത് SEC ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ്, അല്ലെ, അതായത് SEC രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും ഡിസ്ക്ലോസ് ചെയ്യണം എന്ത്? അവിടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടെന്നും അവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ്സ് അത് പാലിക്കുന്നുണ്ടെന്നും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഇഫ് നോ കോഡ് എക്സിസ്റ്റ്, അതായത് അവിടെ കോഡ് ഇല്ലെങ്കിൽ, അവിടെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഇല്ലെങ്കിൽ ആൻ എക്സ്പ്ലനേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ്. ഒരു കമ്പനിയിൽ, അതായത് SEC രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ കോഡ് ഓഫ് എത്തിക്സ് എന്തെങ്കിലും കാരണത്താൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ തരണം. അതാണ് സർബൈൻസ്-ഓക്സ്ലി ആക്ടിൽ പറയുന്നത്. എന്താണ്? അതായത് SEC രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിലും കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാകണം, അല്ലേ. അതുപോലെ തന്നെ അവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ്സ് CEOയും CFOയും ഒക്കെ ഈ കോഡ് ഓഫ് എത്തിക്സ് നോക്കുന്നുണ്ട്, പാലിക്കുന്നുണ്ടെന്ന് അവർ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനിയിപ്പോൾ ആ ഒരു കമ്പനിയിൽ കോഡ് ഓഫ് എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല എന്നുള്ള എക്സ്പ്ലനേഷൻ മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ട് തരണം. ഓക്കെ, അവിടുത്തെ കുറച്ച് കീ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഡിസ്ക്ലോസ് അഡോപ്ഷൻ ഓഫ് എ കോഡ് ഓഫ് എത്തിക്സ് ഫോർ എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, അല്ല, അതായത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഫിനാൻഷ്യൽ ഓഫീസേഴ്സിന് CEOയ്ക്കും CFOയ്ക്കൊക്കെ ഒരു എന്തുണ്ടെന്ന് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടെന്നും അവരത് പാലിക്കുന്നുണ്ടെന്നും ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ റിപ്പോർട്ട് എനി ചേഞ്ചസ് ഓർ വൈവേഴ്സ് ടു ദ കോഡ്, അതായത് നമ്മുടെ കോഡ് ഓഫ് എത്തിക്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ, നമുക്ക് ഓൾറെഡി ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവും, ആ ഒരു കോഡ് ഓഫ് എത്തിക്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ അതെന്താണെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം, അല്ലേ. പബ്ലിക്കിനോടും ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലേ, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അത് റിപ്പോർട്ട് ചെയ്യണം, നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയതെന്ന്. ഓക്കെ, ലാസ്റ്റ് വൺ, പബ്ലിഷ് ദ കോഡ് ഓൺ ദ കമ്പനി വെബ്സൈറ്റ്. നമ്മുടെ കോഡ് ഓഫ് എത്തിക്സ് കമ്പനി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഇത് കമ്പനിക്ക് മാത്രം വായിക്കാനുള്ളതാണോ? അല്ല, പബ്ലിക്കിനും കൂടി വേണം, അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം നമ്മുടെ കമ്പനിയുടെ കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ വായിച്ച് നോക്കേണ്ടി വരും. ഈ ഒരു കമ്പനിയിൽ എത്തിക്സും കാര്യങ്ങളുണ്ടോ, ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇവർക്ക് ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഇവർ എത്തിക്കലി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യണത്, ഇതെല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോഡ് ഓഫ് എത്തിക്സ് വായിച്ച് നോക്കണം. അപ്പോൾ ഇത് കമ്പനി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോഡ് ഓഫ് എത്തിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്കും കൂടി ഓർഗനൈസേഷൻ എത്തിക്സിൽ പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ അടുത്തൊരു ക്ലാസ്സിലായിട്ട് ഫുള്ള് കവർ ചെയ്യും. ഓക്കെ, പിയർ പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ആൻറ്റി ബ്രൈബറി പ്രൊവിഷൻ ഉണ്ടാവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീ യു സൂൺ.